അപ്പോൾ ഞാൻ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിലാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ. അപ്പോൾ ഞാനിതേപോലെ വീട്ടിലാണ്, കൊറോണയിൽ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ വിചാരിക്കായിരുന്നു, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് എന്തിപ്പോൾ ചെയ്യുക, വീട്ടിലിരുന്നാലും വെറുതെ ഫോണിയൊക്കെ കുത്തിരിക്കല്ലേ, അപ്പോൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചൊരു ഐഡിയ ഒക്കെ എത്തിയത്. മീൻസ് നമുക്ക് എന്താ LTSനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാമെന്നൊക്കെ വിചാരിച്ചത്. സോ അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്, എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ആദ്യമായിട്ട് വീഡിയോ ഇറക്കുകയാണ്. ഇനിയിപ്പം ഇത് നന്നായിട്ടുണ്ടെന്ന് അഭിപ്രായമൊക്കെ വരികയാണെങ്കിൽ ഒന്നും കൂടെ വേറെ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഫസ്റ്റ് ബേസിക്കലി ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ IELTS പഠിച്ച സമയത്ത് ഞാൻ എന്നൊക്കെ എന്താ പറയുക, ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്തു, എങ്ങനെയാണ് എനിക്ക് ഓവറോൾ 7 ആണ് കിട്ടിയത്. ഇൻഡിവിജ്വൽ 7 3 ഇതിനുണ്ടായിരുന്നു, 3 മൊഡ്യൂൾസിൽ വന്നായിരുന്നു. 6.5 റൈറ്റിംഗാണ്. അപ്പോൾ ലണ്ടൻ സ്കോറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലിരിക്കുകയാണ്. അപ്പം നമ്മൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് ഒക്കെ പറയാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ സോ ബേസിക്കലി IELTS എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ രീതിയിൽ നടത്തുന്ന ഒരു എക്സാം ആണ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സെക്ഷൻസ് ഉണ്ട്, മൊഡ്യൂൾസ് ഉണ്ട്, 4 സെക്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് എന്ന് 4 സെക്ഷൻസ് ആയിട്ടാണ് നമുക്കുള്ളത്. അത് നമ്മൾ ആദ്യം തന്നെ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജഡ്ജ്മെന്റിൽ ആവാതിരിക്കുക. അതാണ് ഫസ്റ്റ് ഇത്. കാരണം പലരും IELTS ഭയങ്കര പാടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം അത് നമ്മുടെ ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജഡ്ജ്മെന്റ്, ഓരോരുത്തരുടെയും ലേണിംഗ് കപ്പാസിറ്റി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ പേഴ്സൺ. അപ്പം അവരുടെ അല്ലെങ്കിൽ ഓരോരുത്തർ പെർസെപ്ഷൻ അല്ലെങ്കിൽ ഓരോരുത്തർ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും വരുന്നത്. സോ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം, വെച്ചാൽ എല്ലാവരും മറ്റുള്ളവർ പറയുന്നത് കേട്ടു അങ്ങനത്തെ ഒരു കാര്യം കേട്ടിട്ട് അയക്കണം ഒരിക്കലും പാടില്ല നമ്മുടെ ഒരു ജഡ്ജ്മെന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഹാവ് എ ഫ്രീ ഓപ്പൺ അപ്രോച്ച് ടു എ കോഴ്സ് വാട്ട് എവർ വി ആർ സ്റ്റഡിങ്. അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അപ്പം ഞാനും ഇതേപോലെ കേട്ടിരുന്നു പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഇറ്റ്സ് ബിഗ് ടഫ്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ CBSE സ്കൂളാണ് പഠിച്ചത്. ഈ CBSE സ്കൂളിൽ നമ്മൾ പഠിക്കുന്നു പറഞ്ഞാൽ നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ചെയ്യാതിരിക്കുന്നു. അതേമാതിരി തന്നെ 10-12 വർഷം ഞാൻ CBSE സ്കൂളാണ് പഠിച്ചത്. ഈവൻ ദോ ദേ യൂസ് ടു സ്പീക്ക്, നമ്മൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഏറ്റവും കൂടുതൽ മലയാളം സംസാരിച്ചത്. സോ ഐ വാസ് ഇൻ കോൺഫിഡൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ബട്ട് കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ വിചാരിച്ചിരുന്നത് ഒരു എന്താ പറയുക, ഒരു +1 +2 അങ്ങനെ ഒരു നമ്മൾ ഹയർ സെക്കൻഡറി ആവും, നമുക്ക് എൻ്റെ നീഡ് കുറച്ചും കൂടെ മനസ്സിലാക്കി നമ്മൾ കുറച്ചും കൂടെ വൊക്കാബുലറി ഇതൊക്കെ ആവും. പിന്നെ കുറച്ചും കൂടെ ഇംഗ്ലീഷ് ആയിട്ട് ഉള്ള ഇൻ്റർവ്യൂസ്, ഞാൻ നല്ലപോലെ ഇൻ്റർവ്യൂസ് കാണുന്ന വ്യക്തിയാണ്. അപ്പം ഇൻ്റർവ്യൂസ് ഒക്കെ കാണാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇംഗ്ലീഷ്. അപ്പം പൊതുവെ എനിക്ക് ആ ലാംഗ്വേജിനോട് ഒരു ഇഷ്ടമുണ്ട്. അതാണ് ആദ്യം വേണ്ടത്. നമ്മൾ ഏതൊരു ലാംഗ്വേജോ, ഇവൻ്റെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഇത്ര വലിയൊരു എന്താ പറയുക, ഇത്ര വലിയ സംഭവമൊന്നുമല്ല. അതേപോലെ കുറേ ലാംഗ്വേജും ഉണ്ട്. എങ്കിലും നമ്മളൊരു ഗ്ലോബലി അക്സെപ്റ്റഡ് അല്ലെങ്കിൽ ഗ്ലോബലി സ്പീക്കിംഗ് ലാംഗ്വേജ് എവിടെയെങ്കിലും മിനിമം പോകുമ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷെങ്കിലും അറിയണമെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഇംഗ്ലീഷ്. അങ്ങനെ എനിക്ക് അതിനോട് ഭയങ്കര ആ ലാംഗ്വേജിൻ്റെ ഭയങ്കര ഫാസിനേഷൻ ഉണ്ട്. അങ്ങനെ സ്ഥിരം ഇംഗ്ലീഷ് കാണുക, പൊതുവെ ഇൻ്റർവ്യൂസ് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനത്തേലേക്ക് തിരിഞ്ഞു. നമുക്ക് എന്താണോ ഇപ്പോൾ നമുക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വായിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ബുക്സ് വായിക്കാം, അങ്ങനെയൊക്കെ ആക്കിയെടുക്കും. അങ്ങനെ ഞാൻ വീഡിയോസ് ഉണ്ട്. ഒരു ഏകദേശം ഞാൻ 4 ഇയേഴ്സ് എൻ്റെ ഡിഗ്രി പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഇതേപോലെ എന്താ പറയുക, ഇപ്പോൾ ഞാൻ 4 ഇയേഴ്സ് കൊണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതി വെച്ചിരുന്നു ഓരോ വാക്കുകളും ABC എന്ന് പറഞ്ഞ ഒരു ഡയറി എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഓരോന്ന് വരുന്നതിൻ്റെ A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കറിയാത്ത വാക്കുകൾ ഞാൻ എവിടെയെങ്കിലും കണ്ടാൽ, ഇവൻ ഇഫ് ഇറ്റ് ഇസ് ഇൻ ഫ്രം എ വീഡിയോ ആരെങ്കിലും സംസാരിച്ചപ്പോൾ ആരെങ്കിലും കോളേജിൽ നിന്ന് സംസാരിക്കുന്നത് അവർ വർത്താനം പറയുന്ന ആദ്യത്തെ വേർഡൊക്കെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ആ വേർഡ് കേൾക്കുന്നത്. അപ്പോൾ ആ സമയത്തോടെ ഞാൻ അങ്ങനെ വേർഡുകൾ ഈ പറഞ്ഞ ലെറ്റേഴ്സിൻ്റെ റെസ്പെക്റ്റീവ് ലെറ്റേഴ്സിൻ്റെ അടിയിൽ വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് അങ്ങനെയാണ് ഒരു ഏകദേശം ഒരു പിക്കപ്പായി വന്നത് കുറേയൊക്കെ. പിന്നെ ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറേ വട്ടം ആങ്കറിങ് ഒക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് മുന്നിൽ കുറേ പേര് ഇരിക്കാൻ നമുക്ക് വി കാൺ വി കാൺ മേക്ക് എ ഫുൾ ഔട്ട് ഓഫ് us ആൻഡ് അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ചിരിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു കൺസേൺ വരും നമുക്ക്. അപ്പോൾ കുറച്ചും കൂടി ഒരു കോൺഷ്യസ് ആയിരിക്കും നമുക്ക്. അപ്പോൾ നല്ലപോലെ എന്താ പറയുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ നിർത്തി പറയണം എന്നുള്ള രീതിയിലാണ് പഠിച്ചത്. അപ്പം ഈ സ്കൂളിൽ പഠിച്ച സമയത്ത് ഗ്രാമറൊക്കെ നമ്മൾ തല്ലിയൊക്കെ പഠിപ്പിക്കും. എന്നാലും ആ സമയത്ത് പഠിച്ചു, അത് കഴിഞ്ഞാൽ അത് മറന്നത്. പക്ഷെ ഒരു നോർമലി ഈസ് ആൻഡ് വാസ് വേർ ദേ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മിനിമം ബേസിക്കിന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിപ്പോൾ എത്ര തല്ലി പഠിച്ചാലും നമ്മൾ മനസ്സിലാക്കി പഠിച്ചാലും അതെന്ന് പറയുന്നത് മനസ്സിലാക്കി പഠിക്കുന്നത് ബെറ്റർ. എങ്കിലും നമുക്ക് മിനിമം ഇങ്ങനെ IELTS വരുന്നതിന് മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കണം.
അതാണ് ഒരു മെയിൻ കാര്യം. അതാണ് ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന കാര്യം. ഇപ്പം നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, പക്ഷെ എന്നാൽ എനിക്കിത് പഠിക്കണം, IELTS എഴുതി പുറത്ത് പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് ഒരിക്കലും യു കാൺ സക്സീഡ് ഇൻ ഓർ യു വിൽ ഹാവ് എന്താ പറയുക, യു വിൽ ഗെറ്റ് അങ്ങനെ ഉള്ളവരും ഉണ്ടാവാൻ അറിയത്തില്ല. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഗ്രാമറിന്റെ ഒരു കുറച്ചുപോലും ഒരു ബേസിക്സ് പോലും അറിയാതെ ഒരിക്കലും എന്താ ഈ പറഞ്ഞ, ഞാനിപ്പോൾ ഗ്രാമറിൽ ഭയങ്കര ഇതൊന്നുമല്ല, എനിക്ക് ഇത്ര വല്ലാതെ ഗ്രാമറൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ഈ ഒരു പ്രായത്തിനകത്ത് ഞാൻ പഠിച്ചെടുത്തെന്ന് വെച്ചിട്ടുള്ള ചെയ്തെന്ന് അറ്റൈൻ ചെയ്ത സ്കോറാണ് ഈ 7 എന്ന് പറഞ്ഞത്. പ്ലസ് എൻ്റെ 2 മന്തിൽ എന്നെ പഠിപ്പിച്ചവർ, ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ പഠിപ്പിക്കുന്നവർ അത്രയും എന്താ പറയുക, ഒന്നുപോലും വിടാതെ എല്ലാം കൃത്യമായി പഠിപ്പിച്ചതും. അതേപോലെ ഞാൻ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല, പൊതുവെ ഞാൻ അങ്ങനത്തെ കാര്യത്തിൽ ഇച്ചിരി മടിയാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഐ ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ ദാറ്റ്. മീൻസ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഫുള്ളി ഇൻഡൾജ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ എഫേർട്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നാലും IELTS കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ജനറൽ ടിപ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. 2 മാസം ഞാൻ പഠിച്ചത്, 2 മാസം പഠിച്ചു. അപ്പോൾ തന്നെ അടുത്ത 3ാമത്തെ മാസമായപ്പോൾ ഞാൻ പോയി എഴുതി. ഒരിക്കലും IELTS പഠിച്ചതിന് ശേഷം വെച്ചുകൊണ്ടിരിക്കരുത് ഇങ്ങനെ, എന്താ പറയുക, അതിങ്ങനെ നീട്ടി ഇങ്ങനെ വെക്കരുത്. ബിക്കോസ് നമ്മൾ എത്രത്തോളം നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ മദർ ടങ് എന്ന് പറയുന്നത് മലയാളം. അപ്പം നമ്മൾ കാണുന്ന TV ന്യൂസ് ആണെങ്കിലും നമ്മൾ വായിക്കുന്നത് കേൾക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന വരെ മലയാളമാണ്. അപ്പം നമ്മൾ കുറച്ച് ഒന്ന് അതിൻ്റെ അകത്തുനിന്നൊരു കണക്ഷൻ, ഒരു ടച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു നമുക്കത് പറ്റത്തില്ല. അത് പിന്നെ എഴുതി വെച്ച് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം മാക്സിമം എല്ലാവരും ആദ്യം മനസ്സിലാക്കുന്ന സമയം ഇത് പഠിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ഇറ്റ്സ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം എക്സാമിന് വർക്കിലെ ബോർഡ് എക്സാമിനൊക്കെ നമ്മൾ പഠിക്കും, ഇത്ര ദിവസം സ്റ്റഡി ലീവ് വന്നിട്ട് പോയി എഴുതാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് നോട്ട്, നിങ്ങൾ പഠിച്ചിട്ട് 10-15 ദിവസം ഞാൻ എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അടുത്ത ഒരു ദിവസം നല്ല ഡേറ്റ് അവൈലബിൾ ആണ് നോക്കിയിട്ട് എടുക്കും. അങ്ങനെ ഇറ്റ്സ് റോങ്. കാരണം ആ ഒരു മെൻറ്റാലിറ്റി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സ്കില്ല് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കണം. ആ ഒരു നിങ്ങൾ പ്രാക്ടീസ്. അപ്പോൾ പ്രാക്ടീസ് എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന, ഇപ്പം നിങ്ങൾ 2 മാസം 3 മാസം ഏതെങ്കിലും കോച്ചിങ് ക്ലാസ്സിന് പോയിട്ട് കോച്ചിങ് പഠിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ വന്നിട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം നിങ്ങൾ എപ്പോഴാണ് ഫ്രീ, ഉറങ്ങി നല്ല കുറവ് ഉറങ്ങാം. കാരണം എന്താ വെരി സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് പഠിക്കാൻ സയൻസ് പോലുള്ള വിഷയമൊന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ലാംഗ്വേജ്. സോ അതിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ പഠിച്ച് 1-2 ദിവസത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് എടുക്കുക, പോയി എക്സാം ചെയ്ത്. ആൻഡ് ഐ ആം ഷുവർ ദാറ്റ് യു വിൽ ഒബ്വിയസ്ലി ഗെറ്റ് എ റിസൾട്ട്. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി കുറഞ്ഞു പോയെന്നുണ്ടെങ്കിലും എന്താ പറയുക, കുറച്ചും കൂടെ വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ മേക്കപ്പ് ചെയ്തിട്ട് വീണ്ടും പിക്കപ്പ് ചെയ്ത് സ്വയം ബൂസ്റ്റ് ചെയ്തിട്ട് വേഗം എഴുതാൻ നോക്കുക. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, ബട്ട് ഹാർഡ് വർക്ക് ആൻഡ് പെർസിസ്റ്റൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി ആർ സ്റ്റഡിങ്. പിന്നെ ഇറ്റ്സ് വെരി ടയറിങ് പ്രോസസ്, ബിക്കോസ് ഇത് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. ഇങ്ങനെ പയ്യെ ഡെവലപ്പ് ചെയ്ത് വരും. ഇപ്പോൾ പ്ലാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഇതിൻ്റെ സമയം എടുക്കും. അതേപോലെ തന്നെ ഇത് ടയറിങ് എക്സ്പീരിയൻസ് ആണ് അറ്റ് ദാറ്റ് പോയിന്റ് വെൻ വി ആർ സ്റ്റഡിങ്. ത്രൂ ഔട്ട് പ്രോസസ്സിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന സംടൈംസ് ഇറ്റ് ടയറിങ് എന്ന് വെച്ചാൽ റീഡിങ് പോലെയുള്ള സെക്ഷൻസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല ചിലപ്പം. ബിക്കോസ് ഇത് നമ്മൾ ഈ അക്കാദമിക് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക ടഫറായിട്ടുള്ള കുറച്ചും കൂടെ റിസേർച്ചസ് അല്ലെങ്കിൽ ജേർണൽസ് എന്നൊക്കെ എടുത്താൽ അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. എത്ര ഇംഗ്ലീഷ് അറിയുന്ന ആളാണെങ്കിലും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും എഴുന്നിട്ട് പോകണം എന്നൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അറിയത്തില്ല ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ്. അപ്പം എന്താ പറയുക, അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട പേഷ്യൻസ് ആണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പെർസിസ്റ്റൻസ്, അത് സ്ഥിരമായി ചെയ്യണം. എന്നിട്ട് ആ ഒരു ബേണിംഗ് ഡിസയർ എപ്പോഴും ഉള്ളിൽ വേണം. അപ്പം മെയിൻലി ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയും ഒരു 100എങ്കിലും പ്രതീക്ഷിച്ചാൽ നമുക്ക് എക്സാമിനൊക്കെ 90% അല്ലെങ്കിൽ അത്രയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ അത്ര ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ഏകദേശം എത്ര കിട്ടുക. വി ക്യാൻ അസസ് ഹൗ മച്ച് വിൽ ഗെറ്റ് ഇൻ ഫ്യൂച്ചർ ആഫ്റ്റർ എന്താ പറയുക, നമ്മൾ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഇത് ലേൺ ചെയ്യുന്ന സമയത്ത്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ മിനിമം നമ്മുടെ ഒരു എന്താ പറയുക സെറ്റ് ചെയ്യണം. നമ്മുടെ ഒരു മാർക്കിൻ്റെ ആവറേജ് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം എല്ലാ എക്സാംസും അണ്ടർഗോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എത്ര വരെ എത്തും നമ്മൾ അവിടുന്ന്. അതാണ് ഫസ്റ്റായിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. നമുക്കിപ്പം വലിയ പരിചയമില്ലെങ്കിലും ആദ്യത്തെ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സാം ചെയ്ത് വെക്കും. ഞങ്ങളൊക്കെ അങ്ങനെയാണ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചത്. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ചുമ്മാ ഞങ്ങളൊന്ന് ഇതാക്കി നോക്കി. അപ്പം മാക്സിമം നമ്മൾ എനിക്ക് സത്യം പറയണം, എനിക്ക് 40ൽ എനിക്ക് 17 മാർക്സാണ് കിട്ടി. ഇപ്പം ആ പേപ്പേഴ്സ് ഇല്ല എൻ്റെ എനിക്ക് കാണിക്കാറുണ്ട്. അപ്പം ഒന്നും അറിയാഞ്ഞിട്ട് എനിക്ക് 7 കിട്ടി. സോ ഐ തോട്ട് കുറച്ചും കൂടി ഒന്ന് ശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നല്ല സ്കോർ കിട്ടും. അങ്ങനെയാണ് പിന്നെ ത്രൂ ഔട്ട് ദ
ത്രൂ ഔട്ട് ദ എന്താ പറയുക പ്രോസസ്സിൽ പയ്യെ ടൈം എടുത്ത് ആ ഒരു സ്കോറിലേക്ക് 7 എങ്കിലും ബാൻഡിലേക്ക് എത്താൻ പറ്റിയത്. അപ്പം ഇനി ഐൻസ്റ്റീൻസിനെ കുറിച്ച് ഫസ്റ്റ് പറയുകയാണെങ്കിൽ, അപ്പോൾ സോ ഗായ്സ്, അപ്പോൾ കുറേ കാര്യങ്ങൾ ജനറലൈസ്ഡ് ആയിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടി കൺസ്ട്രക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തത്, ഞാൻ ഈ 2 മാസം കൊണ്ട് പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. മേ ബി ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് യു അറ്റ് സം പോയിന്റ് ഓഫ് ടൈം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഈ പോയിന്റ്സ് പറഞ്ഞാൽ, ഇതും ജനറലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എങ്കിലും. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ IELTS പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പഠിക്കുന്നത് ജസ്റ്റ് ബിഫോർ യു ആർ ഗോയിങ് ടു സ്റ്റഡി ദാറ്റ്, അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് അവെയർനെസ്. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് അവെയർനെസ്. നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാം എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ട് പരിചയം, മറ്റുള്ളവർ എന്ന് വെച്ചാൽ കേട്ട് പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ട് പരിചയം, ഇവൻ ഇഫ് ഇറ്റ് ഇസ് ഫ്രം യുവർ സ്കൂൾ, ഇവൻ ഇഫ് ഇറ്റ് ഇസ് ഫ്രം സം മാസ് മീഡിയ, ഇവൻ നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളത് വോയിസ് മെയിൽ കേൾക്കുമ്പോൾ, അങ്ങനെ പല അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് സിനിമാസ് എന്തെങ്കിലും കാണുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം എന്താ പറയുക ഇംഗ്ലീഷ് കേട്ടിട്ടുണ്ട്, ആ ഒരു പരിചയം. കാരണം അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ മലയാളം എന്ത് ചെയ്തു, നമ്മളിപ്പോൾ ഇത് പറഞ്ഞു പഠിക്കുന്നതിന് മുന്നേ പല വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യും, പറയാൻ നാച്ചുറൽ നമ്മൾ പഠിക്കും, അമ്മ അച്ഛ. കാരണം എന്താ, നമ്മളിത് കേൾക്കുകയാണ്, നമ്മൾ വായിക്കത്തേക്ക് അമ്മ അച്ഛ. സോ അത് ഹ്യൂമൻ ഇതാണ്, നമ്മൾ കേൾക്കണത് കേട്ട് പഠിക്കുന്നുള്ളത് തന്നെ. അപ്പം കുറേ ഇംഗ്ലീഷിലുള്ള കേട്ട് നാച്ചുറലി നമുക്കൊരു ടെൻഡൻസി വരും, അല്ലെങ്കിൽ നാച്ചുറലി നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് കുറേ അത് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ വേർഡ്സ് നമ്മൾ സ്പീക്ക് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞുള്ള ശീലം, ഇംഗ്ലീഷ് എത്രത്തോളം പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ സിമ്പിൾ. ഇപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ വല്ലൊരു ഇംഗ്ലീഷ് നമ്മൾ വർത്താനം പറഞ്ഞ TV-യിലൂടെ അവരെന്താ ഇംഗ്ലീഷ് പറഞ്ഞത് നമുക്കിപ്പോൾ പറയാൻ കഴിയും എന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പക്ഷെ ആദ്യമായി സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് വേറെ ഇംഗ്ലീഷ് അറിയുന്ന ഒരു നല്ലയാണ് എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കി വെക്കുന്നത്, ഓൾവേസ് ടോക്ക് ടു എ പേഴ്സൺ ഹു ഇസ് ബെറ്റർ ദാൻ യു ഇൻ നോയിങ് ഇംഗ്ലീഷ്. ആ ആൾക്ക് നിങ്ങളെക്കാളും ഇംഗ്ലീഷ് അറിയുന്ന ഒരാളുടെ മുന്നിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. വിത്തൗട്ട് സ്ട്രെസ് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പോലും യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് or ഐഡൻറ്റിഫൈ ദാറ്റ് ഹൗ മച്ച് മിസ്റ്റേക്ക് യു ആർ മേക്കിംഗ് വൈൽ സ്പീക്കിംഗ്. നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ബിക്കോസ് എനിക്ക് ട്രെയിനിങ് കിട്ടിയ സമയത്ത് very first day I was the only one who studied in a CBSE school, and they expected, my mentor expected from me that I will speak a very better English and compared to the people there. But the thing is that from the very first day I made a lot of mistakes. I could understand it very fastly. And അത് ഞാൻ മനസ്സിലാക്കി. അപ്പം ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊരു അവയർനെസ്സിൻ്റെ കുഴപ്പമാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് പറയാൻ കഴിയും, പക്ഷെ ഒരിക്കലും നമ്മളത് അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മളത് ചെയ്യാതെ നമുക്ക് ഒരിക്കലും അറിയത്തില്ല നമുക്ക് എത്രത്തോളം ഇംഗ്ലീഷ് അറിയുന്നുള്ള കാര്യം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടും പലരും ശ്രദ്ധിച്ചും കേട്ടും വായിച്ചും ഇംഗ്ലീഷിൻ്റെ കാര്യമാണല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ബുക്കുണ്ട്, മലയാളം ബുക്കുണ്ട്, എന്നാലും ഇംഗ്ലീഷൊക്കെ കേൾക്കുന്ന സമയത്ത് വൊക്കാബുലറി, ഇംഗ്ലീഷിലുള്ള വൊക്കാബുലറി അതിനൊരു എന്താ പറയുക നാച്ചുറലായിട്ട് നമ്മുടെ അകത്തിൽ നിന്നൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് വേണം അത് പഠിക്കാൻ. അപ്പം ആ വൊക്കാബുലറി അറിയാനുള്ള കഴിവ്. പിന്നെ ഒന്ന് പറയാമെന്ന് വെച്ചാൽ ഗ്രാമറ്റിക്കൽ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്രാമറിൻ്റെ ഒരു മിനിമം ബേസ് എങ്കിലും ഗ്രാമറിന് വേണം. കുറച്ചെങ്കിലും ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയെങ്കിൽ, ഒരു എന്താ പറയുക ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിൽ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ, ഒരു സെൻറ്റൻസ് നമുക്കൊരാളോട് പറയാം, എൻ്റെ അമ്മ അവിടെ ഒരു കുപ്പി ഇരിക്കുന്നല്ലോ, അത് നമ്മൾ ഇംഗ്ലീഷിൽ പെട്ടെന്ന് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് ജസ്റ്റ് ഒരു മനസ്സിൽ നമ്മളിപ്പോൾ മലയാളത്തിൽ ചിന്തിച്ച് അങ്ങനെ പറയുന്ന പോലെ ഇംഗ്ലീഷിൽ ചിന്തിച്ച് അങ്ങനെ പറയാം, അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. ഗ്രാമാറ്റിക്കലി അത് കറക്റ്റായിട്ട് സ്ട്രക്ചർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അവെയർ നമുക്കതിന് കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ, ഇഫ് യു ഡോണ്ട് നോ ഇനി ഒരു ഇച്ചിരി പോലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ യു ഗോ ആൻഡ് സ്റ്റഡി ഗ്രാമർ പഠിച്ചിട്ട് എന്ന് വെച്ചാൽ നിങ്ങളെ കുത്തിയിരുന്ന് പഠിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മിനിമം ഒരു എന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക വാട്ട് ഈസ് ഫ്യൂച്ചർ, വാട്ട് ഈസ് പ്രസൻറ്റ്, വാട്ട് ഈസ് പാസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. ഈസ്, ആൻഡ്, വാസ്, വെയർ, ആർ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ യൂസ് ചെയ്യുക, എന്തിൻ്റെ കൂടെ ഹാവ് പോകും, എന്തിൻ്റെ കൂടെ ഹാഡ് പോകില്ല, എന്തിൻ്റെ കൂടെ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ, ഡിഡിൻ പോവും, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നല്ല പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, നെഗറ്റീവ് സെൻറ്റൻസ്, മിനിമം ഒരു ആക്റ്റീവ് പാസീവ് എന്ന് വെച്ചാൽ നിങ്ങൾ കാണാപ്പാടം പഠിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് വൈൽ ഡൂയിങ് ദീസ് തിങ്സ് എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. പ്ലസ് നിങ്ങൾ ഇപ്പം
നിങ്ങൾക്ക് കേൾക്കാനാണ് ഇഷ്ടം എങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിലുള്ള വീഡിയോസ് കാണാൻ, നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമല്ല വായിക്കണ്ട, ഇംഗ്ലീഷിലുള്ള വായിക്കുന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല, റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് ഞാൻ അങ്ങനെയാണ്, എനിക്ക് വായിക്കാൻ തീരെ ഇഷ്ടമല്ല. തീരെ ഇഷ്ടമെന്ന് വെച്ചാൽ ഞാൻ വായിക്കത്തേ ഇല്ലെന്നല്ല, വായിക്കും. ബട്ട് ഇംഗ്ലീഷും വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് വായിക്കുന്നതിനേക്കാളും ഇഷ്ടം എന്താണ്, കാണാനാണ് ഇഷ്ടം. അപ്പോൾ വീഡിയോസ് കാണുന്നത് ഇംഗ്ലീഷിലാക്കാൻ നോക്കും. അങ്ങനെ ആക്കാൻ നോക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടപ്പെടാതെ ഇതല്ല, എനിക്ക് നാച്ചുറലി ആ സബ്ജക്റ്റിനോടൊരു ഇഷ്ടമുണ്ട്, അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഇതാണ്, ഇത്തരം കാര്യങ്ങളാണ് കാര്യം പറയാനുള്ളത്. പിന്നെ ഇത് കൂടാതെ ഞാൻ കുറേ എന്താ പറയുക, കുറേ ആപ്പുകളുണ്ട്. ഞാനിങ്ങനെ അപ്പോൾ നമുക്ക് നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ IELTS പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ അപ്പാർട്ട് ഫ്രം ലിസണിങ് അങ്ങനെ കഴിച്ചു കൊടുത്താൽ ലിസണിങ് റീഡിങ് സെക്ഷൻസ് ഒക്കെ കിട്ടും എന്നല്ലാതെ IELTSനെ കുറിച്ച് പലരും പല വീഡിയോസ്, ഇപ്പം ഞാൻ ഇറക്കുന്ന പോലെ തന്നെ പലരും പല വീഡിയോസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ലോട്ട്സ് ഓഫ് എന്താ പറയുക സോഴ്സസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതും കാണും ആൻഡ് ട്രൈ ടു ഫൈൻഡ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലേണിംഗ് ഒരു ഇതിന് എന്താ പറയുക കറസ്പോണ്ട് ആയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അത് കണ്ടുപിടിക്കുന്ന ഒരു നല്ല വീഡിയോ വെച്ച് നിങ്ങൾ പഠിക്കുക. അല്ലാതെ എല്ലാ വീഡിയോസിലും പോയി അത് തോണ്ടി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റത്തില്ല. അപ്പം ഒരാൾ പറയുന്നതായിരിക്കും ചിലപ്പോൾ മറ്റൊരാൾ പറയുന്നത് ഒരു ചെറിയ ഡീവിയേഷൻ വരും. അപ്പോൾ ഒന്നും അറിയാത്തൊരു കൊച്ചിനെ പെട്ടെന്ന് ഡൗട്ട് വരും. അപ്പോൾ ഞാനും ഇങ്ങനെയായിരുന്നു ആദ്യം. പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു, ഇങ്ങനെ പലരും പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഡീവിയേഷൻ വരും, നമുക്ക് തന്നെ കൺഫ്യൂഷനാവും, ഏതൊക്കെ കോർത്ത് വേണം പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്താണോ ആരുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾക്ക് എളുപ്പം ലേൺ ചെയ്യാൻ തുടങ്ങിയത്, നിങ്ങളുടെ ഇതിൻ്റെ കൂടെ കറസ്പോണ്ട് ആയിട്ട് സൈമൾട്ടേനിയസ്ലി കോറിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന വീഡിയോസ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ മാത്രം നോക്കി പഠിക്കുക. അല്ലാതെ ലോട്ട് ഓഫ് സോഴ്സ് വെച്ചിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുകൂടാതെ ഞാൻ പഠിച്ച സമയത്ത് ഞാനൊരു ആപ്പ് കണ്ടിരുന്നു, ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് നെറ്റ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ തന്ന ഫ്രീ IELTS ലേണിംഗ് ആപ്പ്, IELTS ഫ്രീ ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു. അത് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. അത് നല്ലൊരു ആപ്പാണ്. ബിക്കോസ് ഇപ്പോൾ റീഡിങ് അങ്ങനെയൊക്കെ സെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സംടൈംസ് അത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞ് പ്രിൻറ്റും അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കുറേ റണ്ണിങ് നമ്മുടെ ഡിസ്റ്റർബൻസ് ആവും. ഒരു സാധനം നമ്മൾ മൊത്തമായിട്ടാണ് കാണുന്നത്. അപ്പം എഴുതുന്ന സാധനം ഉണ്ടാകുന്ന ഓപ്ഷൻസ് അപ്പുറത്തെ സൈഡിലുണ്ടാവും. അപ്പോൾ കുഞ്ഞാന്ന് ഫുള്ള് കാണുന്ന നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ ഒരു ശ്രദ്ധ അവിടെ നിന്ന് വിട്ടുപോകാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പം റീഡിങ്ങിനൊക്കെ ആണെങ്കിൽ ആ ഒരു ആപ്പ് നല്ലതാണ്. പിന്നെ അതേമാതിരി തന്നെ ഈ ഞാൻ പഠിച്ചപ്പോൾ ഞാൻ യൂസ് ചെയ്ത 2 ആപ്പ്, ലിസ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ട്രെയിനറുണ്ട്, പുള്ളിക്കാരിൻ്റെ നല്ലതാണ്. അതേപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് IELTS ആസിയ അങ്ങനെയൊക്കെ ഉള്ളവരുടെ വെച്ചിട്ട്. അപ്പം ഞാൻ എന്നെ മാഡം പഠിപ്പിക്കുന്നത് കൂടാതെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനത്തെ കുറച്ചും കൂടെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടമായത്. അപ്പം ഇഷ്ടമായിട്ടുള്ള ആപ്പുകൾ, അപ്പം ഇത് ഇത്രയും കുറേ ആപ്പുകളുള്ളതെന്ന് എനിക്ക് ആപ്പല്ല, ഇത്രയും സോഴ്സസ് ഉള്ളതെന്ന് ഞാൻ കണ്ടുപിടിച്ച കുറച്ച് ഇതാണ്. ആൻഡ് ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെ ഞാൻ എന്തൊക്കെ ട്രൈ ചെയ്തു എന്നുള്ളതാണ്. ഇത് പഠിച്ചെടുക്കാൻ കുറച്ചും കൂടി ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ IELTS പഠിക്കുമ്പോൾ വൺ തിങ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, വി ഹാവ് ടു ലേൺ എ ലോട്ട് ഓഫ് സിനോണിംസ്. ബിക്കോസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ലിസണിങ്ങിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ബട്ട് സിനോണിംസ് നമ്മൾ നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല. അവർ നമ്മൾ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, അത് ചെയ്യുന്നു. പക്ഷെ ലിസണിങ്ങിലും നമ്മൾ എന്താ പറയുക വേർഡ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. കുറച്ചും കൂടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള കുറച്ചും കൂടി എന്ത് ചെയ്യണം, അറിയണം വേർഡ്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേർഡ്സ്. ഇപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന വാക്കിന് തന്നെ ഡിഫറെൻറ്റ് സിനോണിംസ് ഉണ്ടാകും. നമ്മളിപ്പോൾ എന്താ നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നീ ഇത് കാണാൻ എന്ന് മാത്രം നമ്മൾ പറഞ്ഞു ശീലമുണ്ട്. മറ്റേ അത് തന്നെയായിരിക്കും പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ ശീലമുണ്ട്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ വേർഡ്സിന് ആ ഒരു വേർഡിന് ഇഷ്ടംപോലെ സിനോണിംസ് ഉണ്ടാവും. അപ്പം അതൊക്കെ എന്ത് ചെയ്യാം, എഴുതിയൊരു ഡയറി, ലൈക്ക് ഞാൻ കീപ്പ് ചെയ്ത 2 ബുക്കാണിത്. അതേപോലെ ഒരു ഡയറി എന്തെങ്കിലും കീപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി വെക്കാം. മിനിമം നമ്മൾ മെയിൻ സ്ട്രീമിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഒക്കെ. അപ്പം പിന്നെ അതുകൂടാതെ അപ്പം സിനോണിംസ് ആണ് ഞാൻ കുറച്ച് പഠിച്ചിരുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ആപ്പ് യൂസ് ചെയ്ത് നമ്മൾ കുറച്ച് വീഡിയോ കാണും, കൂടാതെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ ടെസ്റ്റും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് നമ്മൾ സക്സസ് ആയി. ഇപ്പം എനിക്ക് പറ്റിയിട്ടുള്ള കാര്യമാണ് 40 ചിലപ്പോൾ എനിക്ക് 35 കിട്ടും, 39 കിട്ടിയിട്ടുണ്ട്. പക്ഷേ നെക്സ്റ്റ് മൊമെന്റ് വേറൊരു ടെസ്റ്റ് ഇട്ട് ചിലപ്പോൾ എനിക്ക് 40, 25, 28 കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്. ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെൻറ്റിൽ ഇപ്പോൾ എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ സംടൈംസ് ഐ യൂസ് ടു ഗെറ്റ് വെറിഡ്. അപ്പോൾ ഇനിയിപ്പോൾ അപ്പോൾ നമ്മളിന്ന് ടൈം പോവുകയാണ്. അപ്പോൾ നമ്മൾ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുക. അല്ലെങ്കിൽ ഭയങ്കര ടഫൊക്കെ ആയിരിക്കും റീഡിംഗ് ഒക്കെ. അപ്പോൾ നമുക്കറിയാം ഒരു 30 കിട്ടിയാലേ 7 സ്കോർ കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയെങ്കിലും എത്തിക്കാനായിരിക്കും നമ്മുടെ ഒരു ശ്രമം.
ആ ശ്രമത്തിന് തുടങ്ങിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഹയറിലേക്ക് എത്താൻ. അപ്പം ടൈം മാനേജ്മെന്റ് ആണ് അടുത്തത്. പിന്നെ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് എപ്പോഴും വേണം. നമുക്കറിയാലോ നമ്മുടെ ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എവിടെ വീക്ക്നെസ് ഏത് പോയിന്റ്. കോൺഫിഡൻസ് ആണ് വരിക, അവയർനെസ് എന്നാണ് വരിക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവയർനെസ് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇന്നഫ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എ ഗുഡ് ഐഡിയ അബൌട്ട് യുവർ ലാംഗ്വേജ് സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് എന്താ, അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നാച്ചുറൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ അതിനെ നമ്മൾ ഈ ട്രെയിനിങ്ങിലൂടെ എന്ത് ചെയ്യുക, ഈ ഡെവലപ്മെൻറ്റ് വരുത്തുന്ന ഈ സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുക എന്നുള്ളൊരു ഇതുള്ളൂ. അപ്പം ആ കോൺഫിഡൻസ് ഡ്രൂപ്പ് ആവുക അല്ലെങ്കിൽ സ്റ്റൂപ്പ് ആവുന്നതിന് മുന്നേ നമ്മൾ എന്നാ പോയി വേണം എക്സാം എഴുതാൻ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസ്, നല്ല പേഷ്യൻസ് വേണം. പിന്നെ പ്രാക്ടീസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം അവയർനെസ് വേണം, കോൺഫിഡൻസ് വേണം, പ്രാക്ടീസ് വേണം, പേഷ്യൻസ് വേണം. ഇതൊക്കെ മസ്റ്റായിട്ട് പഠിക്കുന്ന സമയത്ത് പേഷ്യൻസ്, ലോട്ട് ഓഫ് പേഷ്യൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ കൊണ്ടാക്കിക്കോളൂ. അപ്പം നല്ല പേഷ്യൻസ് വേണം. ബിക്കോസ് ഐ ആം വെരി ഇംപേഷ്യൻ്റ്, ഐ എം വെരി ഫസ്സി. പക്ഷേ ഫസ്സി ആയിട്ട് ഇംപേഷ്യൻ്റ് ആയിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത സമയം അതാണ്. ആൻഡ് ഡോണ്ട് ഗെറ്റ് ഇൻറ്റിമിഡേറ്റഡ് ബിക്കോസ് ഓഫ് യു ലൂസ്ഡ് എ മാർക്ക് in one exam, the other way, how much apprehensions and anticipations ഒക്കെ ഉള്ളത് നിർത്തുക. Live in future, അല്ല live in present, live in present and എന്നിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കുക. അല്ലാതെ അയ്യോ ഇനിയിപ്പോൾ ഈ എക്സാം ഇങ്ങനെ മറ്റേ എക്സാം ഇങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ. അപ്പോൾ സിനോണിംസ് കുറേ പഠിക്കുക, കുറേ വീഡിയോസ് ഇംഗ്ലീഷിലുള്ള കാണുന്നത്. ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വിത്ത് യുവർ പീപ്പിൾ, നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ആയിട്ട്. പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, ഈ ഓരോ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഐ വിൽ ബി മേക്കിംഗ് ഔട്ട് അല്ലെങ്കിൽ പുതിയ വീഡിയോസ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ് ആണെങ്കിൽ ലിസണിങ്ങിനെ കുറിച്ച് മാത്രം കുറച്ച് വീഡിയോസ് എടുക്കുക. റൈറ്റിംഗ്, സ്പീക്കിംഗ്, എനിക്കറിയുന്ന കാര്യം, എനിക്ക് വലിയ പരിചയമൊന്നും എത്തില്ല. പക്ഷേ ഇത്രത്തോളം ഞാൻ ലേൺ ചെയ്ത് വെച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തിടത്തോളം മേ ബി ഇനി സം ഓഫ് യു വിൽ ഗെറ്റ് ഹെൽപ്പ് ഔട്ട് ഓഫ് ദിസ്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹെൽപ്പ് ചെയ്യും ഏതെങ്കിലും രീതിയിൽ at the point of your study, your process. Thank you.